بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസയുടെ മൂന്നാമത്തെ ദർസാണ് നാം ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. അൽ ഉസൂലു സലാസ എന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച ആ കൊച്ചു ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നാം ഈ ക്ലാസ്സുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ ഉസൂലു സലാസ എന്ന് വെച്ചാൽ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ. അതിന് അൽ ഉസൂലു സലാസ എന്നും പറയും, സലാസത്തുൽ ഉസൂൽ എന്നും പറയും. എന്നാൽ ചില ശൈഖുമാർ പറഞ്ഞു സലാസത്തുൽ ഉസൂലി വ അദില്ലത്തുഹ എന്നാണത്രേ ഈ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ നാമം. അതിൻ്റെ ചുരുക്കമാണ് അൽ ഉസൂലു സലാസ. അഥവാ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി വിശ്വാസ കാര്യങ്ങൾ കുട്ടികൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി അതിൻ്റെ ചുരുക്കമാണ് അൽ ഉസൂലു സലാസ. അതിൻ്റെ മൂലഗ്രന്ഥത്തിൻ്റെ പേര് സലാസത്തുൽ ഉസൂലി വ അദില്ലത്തുഹ എന്ന് ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് ഉസൂലു സലാസൻ്റെ ശർഹിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ രണ്ട് ഉൻവാനുകളും തലക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതിൻ്റെ ആശയം പഠിക്കുക എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഉസൂലു സലാസ നാം വായിക്കുകയുണ്ടായി, അതിൻ്റെ തുടക്കം. കാരണം ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് നാം ചെയ്തത്? ഈ ഗ്രന്ഥത്തിൻ്റെ മുഅല്ലിഫായ രചയിതാവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പരിചയപ്പെടുത്തി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിൻ്റെ തുടക്കം, അതിൻ്റെ ആരംഭം വായിക്കുകയുണ്ടായി. അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ മൂന്ന് ഷെയ്ഖിൻ്റെ തന്നെ റിസാലകൾ കൊണ്ടാണ്. ഒന്നാമത്തെ റിസാലയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. അതിൽ നാം എല്ലാവരും പഠിക്കേണ്ട 4 മസ്അലകളെക്കുറിച്ച് നാം വിശദീകരിച്ചു അല്ലേ? 4 മസ്അലകൾ. ഒന്നെന്താണ്? അൽ ഇൽമ്. ഒന്നാമത്തെ മസ്അല ഇൽമാണ്. ആ ഇൽമിൻ്റെ നിർവചനം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, തെളിവ് സഹിതം ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും അറിയുക. ഇതാണ് ഇൽമു കൊണ്ട് വിവക്ഷിക്കുന്നത്.
രണ്ടാമത്തെ മസ്അല എന്താണ്? അൽ അമലു ബിഹി, ആ ഇൽമു കൊണ്ട് പ്രവർത്തിക്കുക. ഇല്ലല്ലദീന ആമനു, ഈമാൻ മാത്രം മതിയോ? വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളും വേണം. മൂന്നാമത്തെ മസ്അല എന്താണ്? അദ്ദഅവതു ഇലൈഹി, ആ ഇൽമിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് ചെയ്യുക, പ്രബോധനം നടത്തുക. നാലാമത്തെ കാര്യം അസ്സബ്റു അലൽ അദാ ഫീഹി, ആ ഇൽമു പഠിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ദഅവത്ത് നടത്തുമ്പോഴും നാം ക്ഷമിക്കണം. നാം ഉപദ്രവിക്കപ്പെടും, ദ്രോഹിക്കപ്പെടും, അതയുണ്ടാകും, അപ്പോഴൊക്കെ ക്ഷമ കൈകൊള്ളണം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രധാനപ്പെട്ട 4 മസ്അലകൾ. ഇതിന് ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവെന്താണ്? സൂറത്തുൽ അസ്റാണ്. ഈ സബ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സബ്റിൻ്റെ മർത്തബകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? 3 മർത്തബകളാണ് സബ്റിനുള്ളത്. ഒന്നെന്താണ്? അസ്സബ്റു അലാ ത്വാഅത്തില്ല, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ക്ഷമിക്കുക. രണ്ടെന്താണ്? അസ്സബ്റു അൻ മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് നാം ക്ഷമിക്കുക. നമ്മുടെ ഇച്ഛ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്തി നാം ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുമ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. മൂന്നാമത്തെ മർത്തബ എന്താണ്? അസ്സബ്റു അലാ അഖ്ദാരില്ല, അള്ളാഹുവിൻ്റെ വിധികളിൽ നാം ക്ഷമിക്കുക. മുസീബത്ത് വരുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. ഇതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഏറ്റവും ഉയർന്ന മർത്തബ ഏതാണെന്ന്. പണ്ഡിതന്മാർ പറയുന്നു അസ്സബ്റു അലാ ത്വാഅത്തില്ല, അതാകുന്നു ഏറ്റവും ഉയർന്ന മർത്തബ. കാരണം മറ്റുള്ള ഇനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഷെയ്ഖ് തെളിവായിട്ട് ഉദ്ധരിച്ചത്? അതായത് അമലിന് മുമ്പ്, ഖൗലിന് മുമ്പ്, നാം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? അറിവ് വേണം എന്നതിനുള്ള തെളിവെന്താണ്? ആരാ പറയാം? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം അറിവ് കിട്ടുക, മനസ്സിലാക്കുക എന്നാണല്ലോ, വായിച്ചു പോകുക എന്നല്ലല്ലോ. അഹ്സൻത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്, താങ്കൾ അറിയുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. വസ്തഗ്ഫിർ ലിദംബിക്, താങ്കളുടെ പാപത്തിൽ നിന്ന് മോചനം തേടുക, അഥവാ പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അപ്പോൾ ഇൽമിന് ശേഷമാണ് അള്ളാഹു ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിന്റെ അധ്യായം കൊടുത്തത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, ഖൗലിനും അമലിനും മുമ്പ് എന്ത് വേണം? ഇൽമ് വേണമെന്ന്. ഏതായാലും ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. രണ്ടാമത്തെ റിസാലയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അൽ ഉസൂൽ സലാസക്ക് മുമ്പ് ആമുഖമായി ഈ ഗ്രന്ഥത്തിൽ എത്ര റിസാല ഉണ്ട്? റിസാല എന്ന് പറഞ്ഞാൽ ചെറിയ കുറിപ്പുകൾ എന്ന് പറയാൻ പറ്റുമോ? റിസാല എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ഡിതന്മാരുടെ ചെറിയ ഗ്രന്ഥങ്ങൾക്ക് എന്ത് പറയും? റിസാല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ആമുഖമായിട്ട് 3 റിസാലകൾ എന്താണ്? അതെ, അത് പറയും. പക്ഷെ ഇവിടെ എന്താണ്? ഇപ്പോൾ അൽ ഉസൂൽ സലാത്ത് റിസാലയാണ്. അതേപോലെ ഇപ്പോൾ പണ്ഡിതന്മാരുടെ ചെറിയ ഗ്രന്ഥങ്ങൾക്കൊക്കെ റിസാലകൾ എന്ന് പറയും. പ്രബന്ധം. ഏതായാലും പറഞ്ഞു വരുന്നത് 3 ആമുഖങ്ങളുണ്ട് ഇതിന്, ഉസൂൽ സലാത്തൊക്കെ. പിന്നീട് ഷെയ്ഖ് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ 3 ഉസൂലുകൾ എന്ന് പറയുമ്പോഴാണ് അവിടെ ഉസൂൽ സലാത്തിൻ്റെ ശരിക്കുള്ള തുടക്കം. ഇന്നത്തെ പാഠം ഷെയ്ഖ് പറയുന്നു റഹ്മഹുല്ലാ, ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ തഅല്ലുമു 3 ഹാദിഹിൽ മസാഇൽ.
അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയോടുന്ന് തുടങ്ങിയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ നിർത്തിയത് فبدأ بالعلم قبل القول والعمل. അല്ലാഹു തആല ഇൽമു കൊണ്ട് ഖൗലിൻ്റെയും അമലിൻ്റെയും മുമ്പ് ഇൽമു കൊണ്ട് അള്ളാഹു ആരംഭിച്ചു എന്ന ആ ഇബാറത്തിലാണ് നാം നിർത്തിയത്. മനസ്സിലായല്ലോ? എന്നിട്ട് എന്താ പറയുക? ഷെയ്ഖ് പറയുന്നത് ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ. എല്ലാ മുസ്ലിമിനും മുസ്ലിമത്തിനും അഥവാ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ് എന്ന് താങ്കൾ അറിയുക. അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ. ഈ 3 മസ്അലകൾ, ഇനി ഷെയ്ഖ് അവറുകൾ ഉദ്ധരിക്കാൻ പോകുന്ന 3 മസ്അലകൾ അറിയൽ, പഠിക്കൽ നിർബന്ധമാണ്. വൽ അമലു ബിഹിന്ന, പഠിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. എന്താണ് ഈ 3 മസ്അലകൾ? ഈ 3 മസ്അലകൾ നാം വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ ചുരുക്കം എന്താണ്? 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദു അർ റുബൂബിയ്യ. അതേപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം തൗഹീദുൽ ഉലൂഹിയ്യ, നാം പഠിക്കും അതിൻ്റെ അർത്ഥമൊക്കെ. മൂന്നാമത്തെ വിഷയം അൽ വലാ വൽ ബറാ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക, വെറുക്കുക. അൽ വലാ വൽ ബറാ. ഈ 3 വിഷയങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ വിശദീകരണം. അപ്പോൾ ഈ 3 മസ്അലകൾ എല്ലാവരും പഠിച്ചിരിക്കണം, എല്ലാ മുസ്ലിമീങ്ങളും പഠിച്ചിരിക്കണം. അതുപ്രകാരം പ്രവർത്തിക്കുകയും വേണം, നിർബന്ധമാണെന്നാണ്. ഇവിടെ ചില കോപ്പികൾ ശ്രദ്ധിക്കണം. ചില കോപ്പികളിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ എന്നും ചില നുസ്ഖകളിൽ തഅല്ലുമു ഹാദിഹി സലാസി മസാഇൽ എന്നും കാണാൻ സാധിക്കും. ഇതിൽ പ്രബലമായ കോപ്പി അല്ലെങ്കിൽ വാചകം തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ എന്നാണ്. തഅല്ലുമു ഹാദിഹി സലാസി മസാഇൽ എന്നല്ല. കാരണം രണ്ടാമത്തെ നുസ്ഖയിൽ അത് ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ അറബി ഭാഷാ നിയമപ്രകാരം അബദ്ധമുണ്ട്. അത് സൂക്ഷ്മമായ ഒരു വിഷയമാണ്. അതായത് ഒരു അദദിനെ തഅരീഫ് ചെയ്യുകയാണെങ്കിൽ ആ അദദ് മുദാഫുൻ ഇലൈഹിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ മുദാഫുൻ ഇലൈഹിക്ക് തഅരീഫ് കൊടുക്കണം. ഇപ്പം അൽഫു ദീനാരിൻ, ഇനി ഈ അൽഫ് എന്ന അദദിന്, അക്കത്തിന് തഅരീഫ് കൊടുക്കണമെങ്കിൽ അൽഫു ദീനാരി എന്ന് പറയും. അൽഫു അദ്ദീനാരി. കൂഫികൾ പറയുന്നു അൽഫു ദീനാരി എന്നും പറയാം. പക്ഷേ അൽഫിന് അൽ കൊടുക്കുകയും ദീനാറിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിക്ക് ഗ്രാമറിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു മസലയല്ല. അത് ശരിക്ക് ഇത് ഞാൻ പറഞ്ഞത് ആർക്കാണ്? ശരിക്ക് നഹ്വു പഠിച്ച വ്യക്തികൾക്കാണ്. ഏതായാലും 3 മസ്അലകൾ നിർബന്ധമായും ഓരോ മുസ്ലിമത്തും പഠിച്ചിരിക്കണം. എന്താണ് ഒന്നാമത്തെ മസ്അല? വായിക്കാം നമുക്ക്. അൽ ഊല അന്ന അല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല. ഒന്നാമത്തെ മസ്അല എന്താണ്? അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, വറസഖന നമുക്ക് ഉപജീവനം നൽകി, വലം യത്രുക്ന ഹമല വെറുതെ നമ്മെ വിട്ടില്ല. വലം യത്രുക്ന അള്ളാഹു നമ്മെ വിട്ടേച്ചില്ല, ഉപേക്ഷിച്ചില്ല. ഹമല വെറുതെ. ബൽ അർസല ഇലൈന റസൂല അള്ളാഹു നമ്മിലേക്ക് റസൂലിനെ അയച്ചു. ഫമൻ അതാഅഹു ദഖലൽ ജന്ന ആരാണോ ആ റസൂലിനെ, ആ ദൂതനെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു ആരാണ് ആ റസൂലിനെ ധിക്കരിച്ചവൻ ദഖലന്നാർ നരകത്തിൽ പ്രവേശിച്ചു. വദ്ദലീലു ഖൗലുഹു തആല ഇതിന് തെളിവെന്താണ് ശൈഖ് ഉദ്ധരിച്ചത്? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും നിങ്ങളുടെ മേലെ സാക്ഷിയായ ഒരു റസൂലിനെ, ഒരു ദൂതനെ
നാം നിങ്ങളിലേക്ക് അയച്ചു. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഏതുപോലെ ഫിർഔനിലേക്ക് അള്ളാഹു ഒരു റസൂലിനെ അയച്ചതുപോലെ ഫഅസാ ഫിർഔനുർ റസൂൽ, ഫിർഔനാകട്ടെ ആ റസൂലിനെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു അഖ്ദൻ വബീല, അപ്പോൾ അവനെ ഫിർഔനിനെ ശക്തമായ രൂപത്തിൽ നാം പിടികൂടി അഥവാ ശിക്ഷിച്ചു. ഇതാണ് സൂറത്ത് മുസമ്മിലെ ഈ 15-16 ആയത്തുകളാണ് ഇതിന് തെളിവ്. ഇനി നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ മസ്അല എന്താണ്? 3 മസ്അലാണ് ഷെയ്ഖ് ഉദ്ധരിക്കുന്നത്. ഒന്നാമത്തെ മസ്അല ഇപ്പോൾ നമ്മൾ വായിച്ചത്, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു, പരിപാലിച്ചു, നമുക്ക് ഉപജീവനം നൽകി. അപ്പോൾ അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവിനാണ് ആധിപത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം, ഇതിനെ നിയന്ത്രണം, സൃഷ്ടിപ്പ്, ഉപജീവനം അള്ളാഹുവിനാണ്. അതിൽ അള്ളാഹുവിന് പങ്കാളികളില്ല എന്ന് വിശ്വസിക്കലാണ് എന്ത്? തൗഹീദുർ റുബൂബിയ്യ. അള്ളാഹുവാണ് നമ്മുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷകർത്താവ്. റബ്ബ്, ഖാലിഖ് സൃഷ്ടാവ്, റാസിഖ് ഉപജീവൻ നൽകുന്നവൻ, മുദബ്ബിർ എന്നർത്ഥം നിയന്താവ്. ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്താണ് പറയുക അറബിയിൽ? തൗഹീദു അർ-റുബൂബിയ്യ. അള്ളാഹുവാണ് സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ്, റസ്സാഖ് ഉപജീവൻ നൽകുന്നവൻ, നിയന്താവ് എന്ന വിഷയത്തിൽ മക്ക മുശ്രിക്കീങ്ങൾക്ക് അവിശ്വാസമുണ്ടായിരുന്നോ? അവിശ്വാസം ഇല്ലായിരുന്നു. അഥവാ അള്ളാഹുവാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ച നിയന്താവ് എന്നൊക്കെ മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ വിശ്വാസം അള്ളാഹു സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. കാരണം തൗഹീദുൽ ഉലൂഹി ഇല്ലാത്തതുകൊണ്ട്. അഥവാ ആരാധനയിൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും, പങ്കാളികളെ അവർ സ്വീകരിക്കും. എന്താണ് തൗഹീദുർ റുബൂബിയ്യൻ്റെ അർത്ഥം നാം മനസ്സിലാക്കി. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അതിൻ്റെ ഉദ്ദേശം എന്താണ്? വലം യത്രുക്നാ ഹമല, നമ്മെ അള്ളാഹു വെറുതെ വിട്ടില്ല. നമുക്ക് പ്രവാചകൻ അള്ളാഹു നമുക്ക് വേണ്ടി നിയോഗിച്ചു. ആ പ്രവാചകനെ അനുസരിക്കണം, അനുസരിച്ചവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഉദ്ദേശത്തിൻ്റെ, സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തെളിവെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം വെക്കുക. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ഈ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്? ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി. അതെ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ നാം ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല. എന്നെ മാത്രം എവിടുന്ന് കിട്ടി? അതെ, അഹ്സൻത്. ഖിറാഅത്ത് പഠിക്കുന്ന ഉസ്താദാണ് അബ്ദുള്ള സമീർ. ഇല്ലാ ലിയഅ്ബുദൂനി എന്നാണ് അതിൻ്റെ ശരിയായ രൂപം. മനസ്സിലാക്കണം. നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ വശം കൂടി അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. അപ്പോൾ എന്നെ മാത്രം, എന്നെ എന്നെവിടുന്ന് കിട്ടി? ഇല്ലാ ലിയഅ്ബുദൂനി എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അപ്പോൾ തഖ്ഫീഫിന് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ യാ അറബി ഭാഷാപ്രകാരം തന്നെ ഇല്ലാതെയായി. ഇനി ഇല്ലാ ലിയഅ്ബുദൂനി എന്നും വേണമെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ നമുക്ക് വായിക്കാം. ഇമാം യാക്കൂബിൻ്റെ ഖിറാഅത്ത് പ്രകാരം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. ബാക്കിയുള്ള എല്ലാ ഇമാമിങ്ങളും ഖിറാഅത്ത് എന്താണ്? ഇല്ലാ ലിയഅ്ബുദൂൻ. ഇമാം യാക്കൂബിൻ്റെ ഖിറാഅത്ത് പ്രകാരം നിർത്തുകയാണെങ്കിലും കൂട്ടി വായിക്കുകയാണെങ്കിലും ഇല്ലാ ലിയഅ്ബുദൂനി. അപ്പോൾ ഈ അർത്ഥത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു ഖിറാഅത്താണ് ഇമാം യാക്കൂബിൻ്റെ ഖിറാഅത്ത്. 10 ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ് ഇമാം യാക്കൂബ് അൽ ഹദ്റമി.
അപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് എന്നെ ആരാധിക്കാനല്ലാതെ എന്ന അർത്ഥം കിട്ടിയത്? അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിനുശേഷം നിങ്ങൾക്ക് ഉപജീവനം നൽകി. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും, എന്നിട്ട് നിങ്ങളെ മരിപ്പിക്കും, എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകും. അതേപോലെ അള്ളാഹു നമ്മെ വെറുതെ വിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. അതാണ് വലം യത്രുക്നാ ഹമല. അതിന് തെളിവെന്താണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു മടങ്ങില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? അപ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. തീർച്ചയായും നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും. പ്രവാചകനെ അള്ളാഹു, ഒരു ദൂതനെ, റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട് നമ്മിലേക്ക്. അതിനുള്ള തെളിവാണ് ഷെയ്ഖ് ഇവിടെ ഉദ്ധരിച്ചത്. എന്താ തെളിവ്? സൂറത്ത് മുസമ്മിൽ ആയത്ത്, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും. നിങ്ങളുടെ മേലെ സാക്ഷിയായ, ഏത് വിഷയത്തിലാണ് സാക്ഷി? നിങ്ങളുടെ കർമ്മങ്ങൾ. ഷാഹിദൻ ബി അഅ്മാലിക്കും, ഷാഹിദൻ അലൈക്കും, സാക്ഷിയായ ഒരു പ്രവാചകനെ നിയോഗിച്ചു അള്ളാഹു. ഒരു ക്ലാസ്സിൽ നാം പറഞ്ഞു റസൂലും നബി തമ്മിലുള്ള വ്യത്യാസം. അതിന് ചുരുക്കം വരാ പറഞ്ഞു തരിക. ഒരു വേളയിൽ റസൂലും നബി തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ആർക്കെങ്കിലും അറിയോ? അതെ, അഹ്സൻത്. അതായത് ഇതിന് ചുരുക്കം, നബി എന്ന് വെച്ചാൽ റസൂലിനേക്കാൾ വിശാലമായ ഒരു പദമാണ്. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. അഥവാ അമുസ്ലിമീങ്ങളിലേക്ക്, അവിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് റസൂൽ എന്ന് പറയുക. മനസ്സിലായല്ലോ? എന്നാൽ വിശ്വാസികൾക്കിടയിൽ ദീന് പഠിപ്പിക്കുകയും അള്ളാഹു സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവാചകൻ എന്താ പറയുക? നബി. വലൈസ റസൂലൻ, അത് റസൂലല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹയാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ വിശദീകരിച്ച, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമാക്കിയ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, വഖദ് കാന ഖബ്ലഹു അംബിയ. അതായത് നബിയും റസൂലും തമ്മിൽ വ്യത്യാസം പറയുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആദ്യ നബിക്ക് മുമ്പ് പ്രവാചകന്മാരുണ്ടായിരുന്നു. അഥവാ വഖദ് കാന ഖബ്ലഹു അംബിയ. നൂഹ് അലൈഹിസ്സലാമിന് മുമ്പ് പല പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. കശീഫിൻ വ ഇദ്രീസ് അലൈഹിമുസ്സലാം. ഷീഫ് എന്ന പ്രവാചകൻ, അതേപോലെ ഇദ്രീസ് എന്ന പ്രവാചകൻ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷീഫ് എന്ന ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആ റിവായത്തുകൾ ചർച്ചയ്ക്ക് വിധേയമായ റിവായത്തുകളാണ്. എങ്കിലും ചരിത്ര പണ്ഡിതന്മാർ, ഇബ്നു കസീർ പോലെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഷീഫ് എന്ന പ്രവാചകൻ ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമി സന്താനമാണ്, അഥവാ മകനാണ് ആര്? ഷീഫ്. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഹാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി. ഇങ്ങനെ ഹാബീൽ മരിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സന്താനമാണ് ആര്? ഷീഫ്. അതിൻ്റെ അർത്ഥം ഇബ്നു കസീർ പറയുന്നു, ഹിബത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാനം എന്ന അർത്ഥമാണ്. കാരണം ഹാബീലിൻ്റെ മരണത്തിന് ശേഷം അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ആര്? ഷീഫ്. ഷീഫ് പിന്നീട് പ്രവാചകനായി. പറഞ്ഞു വരുന്നത്, ഇദ്രീസ് നബി അലൈഹിസ്സലാം നബിയാണ്, എന്നാൽ റസൂലല്ല. ആദം നബിയുടെയും ഷീഫിൻ്റെയും ശേഷം ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു? ഇദ്രീസ് നബി അലൈഹിസ്സലാം ആയിരുന്നു, റസൂലല്ല. അപ്പോൾ വിശ്വാസികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുകയും ദീനിനെ ഇഹ്യാ ചെയ്യുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ഇതുപോലെ
പണ്ഡിതന്മാരുടെ ദൗത്യം പോലെ. അതുകൊണ്ടാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് നബി വസല്ലം പറഞ്ഞത്. അതായത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന്. എന്താണ് അനന്തരമായി കിട്ടിയത്? അറിവാണ് കിട്ടിയത്. ഫഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. പ്രവാചകന്മാർ ദീനാറും ദിർഹമും അനന്തരമായി നൽകിയില്ല. എന്നാൽ ഇൽമാണ് അവർ ഉപേക്ഷിച്ച് പോയ സ്വത്ത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖബ്ലഹുമാ ആദമു കാന നബിയ്യൻ മുക്കല്ലമ. അവർക്ക് മുമ്പൊക്കെ ആദം നബി അലൈഹിസ്സലാം നബിയായിരുന്നു, റസൂലല്ല. ഖാല ഇബ്നു അബ്ബാസ് കാന ബൈന ആദമ വനൂഹിൻ 10 ഖുറൂൻ കുല്ലുഹും അലൽ ഇസ്ലാം. ആദം നബിക്കും നൂഹ് അലൈഹിസ്സലാമിനും ഇടയിൽ 10 തലമുറകളുണ്ടായിരുന്നു. എല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു എന്ന്. മനസ്സിലായല്ലോ? ശിർക്ക് എപ്പോൾ സംഭവിച്ചത്? അതിന് ശേഷമാണ്. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, വകദാലിക അംബിയാഉ ബനി ഇസ്രായീൽ. അതേപോലെ തന്നെ ഇസ്രായേലിൽ ഉള്ള പ്രവാചകന്മാരും യഅ്മുറൂന ബിശരീഅത്തി തൗറാ. അവർ തൗറാത്തിൻ്റെ ശരീഅത്തിൽ, തൗറാത്തിൽ പറയപ്പെട്ട ആ ശരീഅത്ത് പ്രകാരമാണ് അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, കൽപ്പിക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു വ്യത്യസ്തമായ വേറൊരു ശരീഅത്ത് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അംബിയാഉ ബനി ഇസ്രായീൽ. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കാണ്? ബനു ഇസ്രായേലിലേക്കാണ്. ഷെയ്ഖ് പറയുന്നു, വഖദ് യൂഹ ഇല അഹദിഹിം വഹ്യുൻ ഖാസുൻ ഫീ ഖിസ്സത്തിൻ മുഅയ്യന. ചില സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല ഇസ്രായേലിൽപ്പെട്ട അംബിയാക്കൾക്ക് ഖാസായ വഹി നൽകും. ولكن كانوا في شرع التوراة كالعالم الذي يفهمه الله في قضية معنى يطابق القرآن. അപ്പം പ്രവാചകന്മാരായ ഇസ്രായേലിൽപ്പെട്ട പ്രവാചകന്മാർ ഏതുപോലെയാണ്? ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരെ പോലെയായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അല്ലാഹു തആല നബിനെ നിയോഗിച്ചിട്ടുണ്ടോ? നിയോഗിച്ചിട്ടുണ്ട്. ഇർസാൽ എന്ന കാര്യം അത് പ്രവാചകന്മാർക്കും അമ്പിയാക്കൾക്കും ബാധകമാണ്, മുർസലീങ്ങൾക്കും ബാധകമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ. ഇതാണ് ഇതിന് തെളിവ്. നബിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്, റസൂൽ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? റസൂൽ നിയോഗിച്ച് എങ്ങോട്ടാണ്? ഇലാ ഖൗമിൻ മുഖാലിഫീൻ. അതായത് എതിർപ്പുള്ള അവിശ്വാസികളായ വിഭാഗത്തിലേക്കാണ് അള്ളാഹു റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്. ഷെയ്ഖ് പറയുന്നു, ദലീലുൻ അലാ അന്ന നബിയ്യ മുർസലുൻ വലാ യുസമ്മ റസൂലൻ ഇൻദൽ ഇത്ലാഖ് ലിഅന്നഹു ലം യുർസൽ ഇലാ ഖൗമിൻ ബിമാ ലാ യഅരിഫൂനഹു ബൽ കാന യഅ്മുറുൽ മുഅ്മിനീന ബിമാ യഅരിഫൂനഹു അന്നഹു ഹഖ്ഖുൻ കൽആലിം വലിഹാദാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഇത് നാം പറഞ്ഞ ഇപ്പോൾ ആശയത്തിൻ്റെ അർത്ഥം തന്നെയാണ്. ലൈസ മിൻ ശുറൂത്തിർ റസൂലി അൻ യഅതിയ ബിശർഇൻ ജദീദ്. ചില ആൾക്കാർ ഒരു വ്യത്യാസം പറയാറുണ്ട്. റസൂലും നബി തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, റസൂൽ എന്ന് പറഞ്ഞാൽ മൻ അതാ ബിശർഇൻ ജദീദ്, പുതിയ ശരീഅത്തുമായി കൊണ്ടുവന്ന പ്രവാചകനാണ് ആര്? റസൂൽ. ഷെയ്ഖുൽ ഇസ്ലാം ആ വാദത്തെ ഗണ്ണിക്കുന്നു. അത് ഷർത്തല്ല. അതായത് ഒരു റസൂലിന് പുതിയ ശരീഅത്ത് ഉണ്ടായിരിക്കണം എന്നത് ഒരു നിബന്ധനയല്ല. അദ്ദേഹം പറയുന്നു, വലൈസ മിൻ ശർത്തിർ റസൂലി അൻ യഅതിയ ബിശരീഅത്തിൻ ജദീദ ഫഇന്ന യൂസുഫ അലൈഹിസ്സലാം കാന അലാ മില്ലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം. യൂസുഫ് നബി പ്രവാചകനാണോ? നബിയാണോ? നബിയാണ്. റസൂലാണോ? റസൂലാണ്. ഹത്താ ഇദാ ഹലക ഖുൽതും ലൻ യബ്അഥ അല്ലാഹു മിൻ ബഅദിഹി റസൂല. യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞതാണ്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആരുടെ മില്ലത്തിലായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മില്ലത്തിലായിരുന്നു, ശരീഅത്തിലായിരുന്നു. യൂസുഫ് നബിക്കൊരു പ്രത്യേക ശരീഅത്തില്ല. അപ്പോൾ റസൂലിന് നിർബന്ധമായും ഒരു പുതിയ ശരീഅത്ത് ഉണ്ടാകണമെന്ന് ഷർത്തില്ല. ഷെയ്ഖ് പറയുന്നു, വദാവൂദ വസുലൈമാന കാന റസൂലൈൻ വകാന അലാ ശരീഅത്തി തൗറാ.
ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരുപേരും മുർസലീങ്ങളിൽപ്പെട്ടവരായിരുന്നു, ദൂതന്മാരായിരുന്നു. പക്ഷേ അവർ തൗറാത്തിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 2 പ്രവാചകന്മാരായിരുന്നു. അപ്പോൾ ഇതാണ് റസൂൽ തമ്മിലുള്ള പ്രബലമായ വ്യത്യാസം. മനസ്സിലായില്ല? ഇതിൻ്റെ ചുരുക്കം എന്താണ് പറഞ്ഞു വരുന്നത്? അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹു ഒരു റസൂലിനെ അയച്ചു. ആ റസൂലിനെ അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ റസൂലിനെ അനുസരിച്ചവൻ ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീദ. ആ റസൂലിനെ ധിക്കരിച്ചവൻ ആരാണോ, അള്ളാഹു പറയാണ് ഫമാ അർസൽനാക അലൈഹിം ഹഫീദ, അവരുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ വിചാരണ ചെയ്യാനോ നാം താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കാരണം വിചാരണ അത് ആരുടെ പ്രവർത്തനമാണ്? അള്ളാഹുവാണ് അവരെ വിചാരണ ചെയ്യുക. ഇവിടെ ഖുർആൻ പറയുന്നു കമാ അർസൽന ഇലാ ഫിർഔന റസൂല. ശർഹകളിൽ കാണാം ഫിർഔനിലേക്ക് അള്ളാഹു ഫിർഔനെയും ഹാറൂനെയും അയച്ചതുപോലെ, മൂസാ നബിയെയും ഹാറൂനെയും അയച്ചതുപോലെ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഫിർഔനിലേക്ക് അള്ളാഹു നിയോഗിച്ച 2 പ്രവാചകന്മാരാണ് മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം. അപ്പോൾ ഒരു ഇഷ്കാൽ വരും ചില തുല്ലാബിന്, അള്ളാഹു തആല റസൂൽ എന്ന ഏകവചനമാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇങ്ങനെയാണ് 2 പ്രവാചകന്മാരും വരിക. ആ ഇഷ്കാൽ മാറണമെങ്കിൽ നമുക്കൊരു സൂറത്തിൽ ഒരു ആയത്തുണ്ട്, ഫഅതിയ ഫിർഔന ഫഖൂല ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അലൈഹിസ്സലാം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇരുപേരും ഫിർഔൻ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങൾ പറയണം ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകനാഥനായ റബ്ബായ അള്ളാഹുവിൻ്റെ 2 പ്രവാചകന്മാരാണ്. അതിനുവേണ്ടി അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ്? റസൂലു എന്നാണ്. സൂറത്ത് താഹയിൽ റസൂല എന്നുണ്ട്. ഇത് അറബിക് ഗ്രാമറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഫഊൽ എന്ന വസ്ന് സംബന്ധിച്ചിടത്തോളം ഏകവചനമാകട്ടെ, അത് ദ്വിവചനമാകട്ടെ, ബഹുവചനമാകട്ടെ, എല്ലാം ഒന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവാചകനാണെങ്കിലും 2 പ്രവാചകന്മാരാണെങ്കിലും ഫഊൽ എന്ന വാക്ക് ഉപയോഗിക്കാം. അതാണ് റസൂലിൻ്റെ ആ റസൂൽ എന്ന പദം വന്നത്. ഏതായാലും ഇതാണ് ഒന്നാമത്തെ മസാല. അപ്പോൾ ഒന്നാമത്തെ മസാലയുടെ ചുരുക്കം എന്താണ്? ആരാ പറയുക? അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി, നമ്മെ വെറുതെ വിട്ടില്ല. നമ്മെ സൃഷ്ടിച്ചു എന്തിനാണ്? ഇബാദത്തിന് വേണ്ടിയാണ്. അതിന് തെളിവൊക്കെ ഷെയ്ഖ് ഉദ്ധരിച്ചു. രണ്ടാമത്തെ മസല എന്താണ്? രണ്ടാമത്തെ മസല അൽ മസ്അലത്തു الثانിയ അൻ അല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി. അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത്, അവനോടൊപ്പം പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അന്നല്ലാഹ ലാ യർദ എന്നർത്ഥം, അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി, അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരെയും പങ്കു ചേർക്കപ്പെടുന്നതിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല. ലാ മലക്കുൻ മുഖറബ്, ആ പങ്കു ചേർക്കപ്പെട്ട ആ വ്യക്തി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മുഖറബായ മലക്കാകട്ടെ, അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട മുർസലായ ഒരു പ്രവാചകനാകട്ടെ. വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവെന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹി, നിശ്ചയം പള്ളികൾ അള്ളാഹുവിന് എന്താണ്? അതെ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഭവനങ്ങൾ അള്ളാഹുവിന് മാത്രമാണുള്ളത്, അള്ളാഹുവിൻ്റേത് മാത്രമാണ്.
ഇവിടെ തഫ്സീർ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. എന്താണ് ഈ മസ്ജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പള്ളികൾ തന്നെയാണ്, സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്, സുജൂദ് ചെയ്യുമ്പോൾ നാം നിലത്ത് കുത്തുന്ന അവയവങ്ങളാണ് എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഏതായാലും പള്ളികൾ അള്ളാഹുവിൻ്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത്. അപ്പോൾ ഈ തെളിവ്, ഈ ആയത്ത് എന്തിനാണ് ശൈഖ് കൊണ്ടുവന്നത്? അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു കണിശമായി വിലക്കിയൊരു കാര്യമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് കൂടാത്ത പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. ഷിർക്ക് ചെയ്ത് ഒരാൾ മരണപ്പെട്ടാൽ എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ നരകത്തിലാണ്. അയാൾക്ക് എന്തില്ല? പാപമോചനം ഇല്ല. അതെ, ശാശ്വതമായി നരകത്തിലായിരിക്കും ഷിർക്ക് അക്ബർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ. ഷിർക്കല്ലാത്ത പാപങ്ങളോ? ഷിർക്കല്ലാത്ത പാപങ്ങൾ ചെയ്ത് മരിച്ച, തൗബ ചെയ്യാതെ മരിച്ച ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം? അതിൻ്റെ അർത്ഥം ഒന്നുകിൽ, അതെ, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം. അതായത് ഒരു പാപി, മുസ്ലിമായ ഒരു പാപി തൗബ ചെയ്യാതെ മരണപ്പെട്ടു, നിർബന്ധമായും അയാളെ അള്ളാഹു ശിക്ഷിച്ചു കൊള്ളണം എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിശ്വാസമില്ല. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ പാപത്തിനനുസരിച്ച് അള്ളാഹു ശിക്ഷിക്കും. എന്നാൽ പാപം ചെയ്തവൻ കാഫിറാണ്, നരകത്തിൽ ശാശ്വതമായി അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന വിശ്വാസം ആരുടേതാണ്? അൽ ഖവാരിജ്, അൽ മുഅ്തസില. പരലോകത്ത് ചെന്നാൽ അവർ എന്താണ്? സത്യനിഷേധികളാണ്. അവർ നരകത്തിൽ എപ്പോഴും കാലാകാലം ഉണ്ടാവുമെന്ന വിശ്വാസം. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു വിഭാഗമാണ് അൽ മുർജിഅ. ലാ യദുറു മഅൽ ഈമാനി മഅസിയ, ഈമാനുണ്ടെങ്കിൽ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന വിഭാഗക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നാം ചെറിയ രൂപത്തിലെങ്കിലും നാം അറിഞ്ഞിരിക്കണം. കാരണം ആ തെറ്റുകൾ പിന്നീട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകണം, അറിയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഭവനങ്ങൾ, ആരാധനാലയങ്ങൾ, അതിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. കാരണം ഈ ആയത്ത് ഇറങ്ങുന്നത്, പണ്ഡിതന്മാർ പറയുന്നു, ജൂത ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ തന്നെ, ആരാധിക്കുന്നത് പോലെ തന്നെ അവർ ഈസാ നബിയെയും ഉസൈറിനെയൊക്കെ വിളിച്ച് ഷിർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സങ്കടം എന്ന് പറയട്ടെ, പിൽക്കാലങ്ങളിൽ പല മുസ്ലിമീങ്ങളും ഖബർ പൂജ നടത്തുന്നു. ഖബറുകളിൽ പോയി ഔലിയാക്കളെയും അമ്പിയാക്കളെയൊക്കെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പണ്ഡിതന്മാർ, ലോകത്ത് പ്രസിദ്ധരായ പ്രഗത്ഭരായ ഇമാമിങ്ങൾ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ലോകപ്രസിദ്ധനായ ചരിത്ര തഫ്സീർ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാ. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട ചരിത്ര ഗ്രന്ഥം എന്താണ്? അൽ ബിദായത്തു വൻ നിഹായ. അതിൽ അദ്ദേഹം പറയുന്നു, നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള നാട്ടിലൊക്കെ ചൊല്ലാറുള്ള ഒരു മാലയാണ് നഫീസത്ത് മാല. ഇപ്പോൾ നഫീസത്ത് ബീവി ഒരു സാലിഹത്തായ ഒരു സ്ത്രീ ആയിരുന്നു.
പക്ഷെ ആ സ്ത്രീ മരിച്ചതിന് ശേഷം അവരുടെ ഖബറിൽ പല അനാചാരങ്ങളും ബിദ്അത്തുകളും ശിർക്ക് വരെ നടക്കുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്? അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിലും അല്ലാത്ത നാടുകളിലൊക്കെ സലഫി ദഅവത്ത് പ്രചരിപ്പിക്കുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെയും പ്രബോധകരെയും കുറിച്ച് അവർ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്, മുശ്രിക്കീങ്ങളാക്കുന്നവരാണ് എന്ന് ആരോപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയം എന്താണോ, അവർ മുന്നറിയിപ്പ് നൽകിയ ആശയം എന്താണോ, അത് തന്നെയാണ് സലഫികളായ വഹാബികൾ എന്ന് പറയപ്പെടുന്ന പ്രബോധകരും പണ്ഡിതന്മാരുമെല്ലാം പ്രചരിപ്പിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, വഖദ് ബാലഗൽ ആമ്മതു ഫീ അംരിഹാ കസീറൻ ജിദ്ദൻ. അതായത് നഫീസത്ത് ബീവിയുടെ, അസ്സയ്യിദ നഫീസയുടെ വിഷയത്തിൽ ജനങ്ങൾ, പൊതുജനങ്ങൾ അമിതമായി അതിരുകവിഞ്ഞു. ആരുടെ വിഷയത്തിൽ? നഫീസത്ത് ബീവിയുടെ വിഷയത്തിൽ. വയുത്ലഖൂന ഫീഹാ ഇബാറാത്തിൻ ബശിഅ, വളരെ മോശപ്പെട്ട അപകടകരമായ വാക്കുകളൊക്കെ അവർ ആ മഹദിയുടെ പേരിൽ സംസാരിച്ചു. ഫീഹാ മുജാസഫത്തുൻ, അതായത് അന്തമില്ലാതെ പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുഅദ്ദി ഇലൽ കുഫ്രി വശിർക്ക്, അത് കുഫ്രിലേക്കും ഷിർക്കിലേക്കും എത്തിക്കുന്ന അപകടകരമായ സംസാരമാണ്, വാചകങ്ങളാണ്. وألفاظا كثيرة ينبغي أن يعرفوا بأنها لا يجوز إطلاقها في مثل أمرها. അവിടെ കാര്യത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഷിർക്ക് കുഫ്രിയാത്തായ പല പദങ്ങളും ആ ജനങ്ങൾ ആ മഹദിയുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞുകൊണ്ട് സംസാരിച്ചു. എന്താണ് ആ ഷിർക്കിൻ്റെ ഒരു ഉദാഹരണം? ഇമാം ദഹബി റഹ്മഹുല്ലാ ഇതേ കാര്യം സിയറു അഅ്ലാമിൻ നുബലായിൽ വിവരിക്കുന്നുണ്ട്. ഇമാം ദഹബി പറയുന്നു, നഫീസത്ത് ബിയുടെ വിഷയത്തിൽ പറയുന്നു, വലിജഹലത്തിൽ മുസ്രിയീന ഫിഹാ ഇഅ്തിഖാദുൻ യതജാവസുൽ വസ്ഫ്. സിയറു അഅ്ലാമിൻ നുബല 10ാം വാള്യം 106ാമത്തെ പേജ്. അതായത് വിവരദോഷികളായ മുസ്ലികൾക്ക് അമിതമായ അതിരുകവിയിലുണ്ട് ഈ മഹദിയുടെ കാര്യത്തിൽ. വലാ യജൂസു മിമ്മാ ഫീഹി മിന ശിർക്ക്, ഒരിക്കലും പാടില്ല, അതിൽ ഷിർക്കുണ്ട് എന്ന് ആ അതിരുകവിയിലില്ല. വയസ്ജുദൂന ലഹാ, നഫീസത്ത് ബീവിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നു മുസ്ലികൾ. വയൽതമിസൂന മിൻഹൽ മഗ്ഫിറ, അവരോട് പാപമോചനം തേടുന്നു, അഥവാ ഇസ്തിഗാസ നടത്തുന്നു. ഇത് ഷിർക്കാണ് എന്ന് ആരെ പറഞ്ഞത്? പ്രഗത്ഭനായ വലിയ പണ്ഡിതനായ, ലോകം അംഗീകരിച്ച പണ്ഡിതനായ ഇമാം ദഹബി റഹ്മഹുല്ലാ. അതേപോലെ ഷാഫിഈ മദ്ഹബുകാരനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരി എഴുതിയ സഹീഹുൽ ബുഖാരിൻ്റെ ഏറ്റവും നല്ല വിശദീകരണം ഏതാണ്? ഫത്ഹുൽ ബാരി. അതിൻ്റെ മുഅല്ലിഫായ ഇബ്നു ഹജർ അസ്ഖലാനി ഇതേ കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇത് ശ്രദ്ധിക്കണം, വമാ സാല ഖബ്റുഹാ മഖ്സൂദൻ ബിസിയാറത്തി വത്തബറുക ബിഹി. അതായത് ബറക്കത്തെടുക്കാനും സിയാറത്തിനും വേണ്ടിയിട്ട് പലരും ആ മഹദിയുടെ ഖബ്റിലേക്ക് പോകാറുണ്ട്. ഹത്ത ഇശ്തഹറ അൻ നഖ്ലി ബഅദുൽ ഉലമാഇ അന്നൽ മുസ്രിയീന കാനു യുസമ്മൂന അദ്ദുആ ഇൻദഹ തിർയാഖൽ മുജറബ്. മാത്രമല്ല മിസ്രികളൊക്കെ പറയാറുണ്ട്, പണ്ഡിതന്മാർ ഉദ്ധരിച്ചു, അതായത് മിസ്രികളുടെ വിശ്വാസപ്രകാരം നഫീസത്ത് ബീവിയുടെ ഖബറിലേക്ക് പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് തിർയാഖുൻ മുജറബാണെന്ന്. അതായത് തിർയാഖ് എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ ഈ വിഷങ്ങളൊക്കെ ഇറങ്ങിപ്പോകാൻ ഉപയോഗിക്കുന്ന മരുന്നിനാണ് എന്ത് പറയാം? തിർയാഖ് എന്ന് പറയും. തിർയാഖുൻ മുജറബാണെന്ന്, അതായത് നല്ല ഔഷധമാണ്. ഏത്? അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാലൊക്കെ എല്ലാം ഉത്തരം കിട്ടും, ഫലം കിട്ടും എന്ന് വിശ്വാസമായിരുന്നു മുസ്ലികൾക്ക്. ഇബ്നു ഹജർ പറയുന്നു, വഖദ് ഗലാ ഫീ ദാലിക ബഅദുൽ അവാം, ചില ആൾക്കാർ നഫീസത്ത് ബീവിയുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു. ബൽ കുല്ലുഹും, ചിലരല്ല എല്ലാവരും അതിരുകവിഞ്ഞു. അതായത് അവിടെ പോകുന്ന ഖബറിൽ പോകുന്ന ആൾക്കാരൊക്കെ അതിരുകവിഞ്ഞ വ്യക്തികളാണ്. ഹത്താ ഇന്ന ബഅദഹും യഖഉ ഫിൽ കുഫ്രി വഹുവ ലാ യശ്ഉർ. മാത്രമല്ല ചിലർ കുഫ്രിൽ അകപ്പെടുന്നു അവൻ അറിയാതെ. ഇതാരാ പറഞ്ഞത്? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഫത്വയാണ് ഇത് എന്ന് ഇബ്നു ഹജറിനെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന
ശിഷ്യനായ ഇമാം സഖാവി റഹ്മത്തുള്ളാ അൽ ജവാഹിർ വദ്ദുറർ ഫി തർജമതി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ എന്ന കിതാബിൽ 2ാം വാള്യം 949 പേജിൽ പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഈ ഇബാറത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഷിർക്ക് ആരെയും ആരോപിക്കുകയല്ല, മറിച്ച് ഷിർക്ക് ചെയ്താൽ അത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട, ദഅവത്ത് നടത്തേണ്ട ബാധ്യത തൗഹീദിൻ്റെ ആൾക്കാരായ പ്രബോധകന്മാർക്ക് ഇവിടെ ബാധ്യതയാണ്, ഇവിടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല ഷിർക്കിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമീങ്ങളെ അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ, മോചിപ്പിക്കുമാറാകട്ടെ. തൗഹീദിലേക്ക് വരാനും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും അല്ലാഹു വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇതാണ് സഹോദരന്മാരെ 2ാമത്തെ മസ്അല. 1ാമത്തെ മസ്അല എന്തായിരുന്നു? തൗഹീദുർ റുബൂബിയ്യ, പിന്നീട് തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യയാണ് ഈ 2ാമത്തെ മസ്അലയിൽ നാം പഠിച്ചത്. എന്താ അർത്ഥം? ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ. ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യൻ്റെ തഅരീഫ്. തൗഹീദുർ റുബൂബിയ്യയുടെ തഅരീഫോ ഇഫ്രാദുല്ലാഹി ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ. ഖൽഖ്, മുൽക്ക്, തദ്ബീർ, ഇനി അർത്ഥം പഠിച്ചല്ലോ. സൃഷ്ടിപ്പ്, ആധിപത്യം, നിയന്ത്രണം, ഇത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അള്ളാഹുവിനെ ഏകനാക്കി നാം വിശ്വസിക്കുക. ഇതാണ് തൗഹീദു അർ-റുബൂബിയ്യ. 3ാമത്തെ മസ്അലയാണ്, അവസാനത്തെ മസ്അലയാണ് ഇനി നാം വായിക്കുന്നത്. ഷെയ്ഖ് പറയുന്നു അസ്സാലിസ, 3ാമത്തെ മസ്അല. എല്ലാവരും കിതാബുണ്ടാകും പ്രതീക്ഷിക്കുന്നു. അന്ന മൻ അതാഅ അർ-റസൂല വവഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു. എന്താ അർത്ഥം? അന്ന മൻ അതാഅ അർ-റസൂല, റസൂലിനെ ആരനുസരിച്ചുവോ, വവഹദ അല്ലാഹ, അല്ലാഹുവിനെ ആര് ഏകനാക്കിയോ, ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദ്ദ അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും എതിരായി നിൽക്കുന്നവരെ സ്നേഹിക്കുവാൻ ഒരിക്കലും മുവഹിദായ റസൂലിനെ അനുസരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല. ഇതിനാണ് ചുരുക്കത്തിൽ പണ്ഡിതന്മാർ പറയാറുള്ളത് അൽ വലാഉ വൽ ബറാ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളെ നാം സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നാം വെറുക്കുക. ഇത് അഖീദയുടെ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഉസൂറുൽ ഈമാനിൽപ്പെട്ട ഒരു കാര്യമാണത്. അൽ വലാഉ വൽ ബറാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. അഥവാ അള്ളാഹുവിൻ്റെ മിത്രങ്ങളെ നാം സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നാം വെറുക്കുക. ഇതിന് തെളിവായിട്ട് എന്താണ് ഷെയ്ഖ് പറയുന്നത്? വലൗ കാന അഖ്റബ ഖരീബിൻ, ആ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ വെറുക്കപ്പെടുന്ന വ്യക്തി ഏറ്റവും അടുത്ത ബന്ധുക്കാരാണെങ്കിലും ശരി. എന്താണ് തെളിവ്? ദലീലു ഖൗലുഹു തആല ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ജനതയെ താങ്കൾക്ക് കാണാൻ സാധിക്കുകയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും എതിരായി നിൽക്കുന്നവരെ സ്നേഹിക്കുന്ന വിശ്വാസികളെ തനിക്ക് കാണാൻ സാധിക്കുകയില്ല. അഥവാ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവർ ഒരിക്കലും അള്ളാഹു ശത്രുക്കളെ സ്നേഹിക്കുകയില്ല. വലൗ കാനു ആബാഅഹും, ആ അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്ത ആ വിഭാഗക്കാർ ഇവരുടെ പിതാക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അവരെ സ്നേഹിക്കാൻ പാടില്ല. മുസ്ലിമുകൾക്കെതിരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരുടെ മതത്തെ നാം സ്നേഹിക്കാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യമാണ്. വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിലാണ് അള്ളാഹു ഈമാന് രേഖപ്പെടുത്തിയത്. അവരുടെ ഹൃദയത്തിലാണ് വിശ്വാസമുള്ളത്. വ അയ്യദഹും ബിറൂഹിൻ മിൻ, അള്ളാഹുവിങ്കൽ നിന്ന് ചൈതന്യം കൊണ്ട് അള്ളാഹു അവരെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. മാത്രമല്ല പരലോക ജീവിതത്തിൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരിൽ
തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻ, അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, അവർക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തവരായ അള്ളാഹു ശത്രുക്കളെ അവർ വെറുത്തപ്പോൾ അവർക്ക് സമ്മാനമായി അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവർക്ക് നൽകിയത്. ഉലൈക ഹിസ്ബുല്ലാ, അവരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷികൾ. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ കക്ഷികൾ തന്നെയാണ് വിജയം പ്രാപിച്ചവർ എന്നറിയുക. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. സബബുൻ നുസൂൽ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഉൻസിലത് ഹാദിഹിൽ ആയ ഇലാ ആഖിരിഹാ ഫി അബി ഉബൈദ ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന ആയത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഇറങ്ങിയത്. ബദ്ർ യുദ്ധത്തിൽ പോർക്കളത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആരെ വധിച്ചു? പിതാവായ അബ്ദുല്ലാഹിനെ വധിച്ചു. അപ്പം പിതാവാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ ശത്രുവായ മുശ്രിക്കായ വ്യക്തിയായിരുന്നു ആര്? പിതാവ്. പോർക്കളത്തിൽ ഇരുവരും കണ്ടുമുട്ടി. അവിടെ ആ പിതാവിനെ വധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണ് അത്ര ഇത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അതേപോലെ തന്നെ വലൗകാനു ആബാഅഹും, അബൂ ഉബൈദിനെ കുറിച്ച് പറഞ്ഞതാണ്. ഔ അബ്നാഅഹും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനായ അബ്ദുറഹ്മാനെ വധിക്കാൻ ശ്രമിച്ചു, വിചാരിച്ചു. കാരണം അന്ന് അബ്ദുറഹ്മാൻ എന്തായിരുന്നു? മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു. ഔ ഇഖ്വാനഹും, സഹോദരന്മാരാണെങ്കിലും ശരി. ഈ ഭാഗം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. സഹോദരനായ ഉബൈദ് ഇബ്നു ഉമൈറിനെ വധിച്ച ആ വിഷയത്തിൽ മുശ്രിക്കായിരുന്നു. ഔ അശീറത്തഹും, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനായ ബന്ധുക്കാരനായ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി. അങ്ങനെ ഇവിടെ ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളായ വിഭാഗക്കാരെ നാം സ്നേഹിക്കാൻ പാടില്ല, അവരുമായി അടുക്കാൻ പാടില്ല, അവരുമായി നാം സ്നേഹബന്ധം പുലർത്താൻ പാടില്ല, മിത്രങ്ങളായി കാണാൻ പാടില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ. അൽ വലാഉ വൽ ബറാഉ ഫിൽ ഇസ്ലാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്താണ്? അമുസ്ലിങ്ങളോട് നാം പെരുമാറുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട്. അതായത് അള്ളാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നാം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ ഒരു ചോദ്യം, നമ്മുടെ അയൽവാസികൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അമുസ്ലിങ്ങളായിരിക്കും, അവരോട് യുദ്ധം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ അവരോട് മോശമായ രീതിയിൽ പെരുമാറണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഖുർആനിക ആയത്തുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പലരും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെ നാം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നാം സൂക്ഷിക്കുകയും വേണം. സൂറത്തുൽ മുംതഹിനിൽ അല്ലാഹു പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ദീനിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്തവരും നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കാത്തവരുമായ അമുസ്ലിങ്ങളോട് അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുകയും അവരോട് നീതിപൂർവം പെരുമാറുകയും ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. കാരണം നീതി പുലർത്തുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇതാണ് നമ്മോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത, നമ്മെ ആക്രമിക്കാത്ത അവിശ്വാസികളോട് നല്ല നിലയ്ക്ക് പെരുമാറണം എന്നാണ് ഖുർആനിൻ്റെ നിർദ്ദേശം. എന്നാൽ അതോടൊപ്പം തന്നെ നല്ല നിലയ്ക്ക് പെരുമാറണം, സംസാരിക്കണം, നല്ല രീതിയിൽ ഇടപാടുകൾ നടത്താം. പക്ഷേ അയാളുടെ മതത്തെ നാം സ്നേഹിക്കാൻ പാടില്ല. മതപരമായ രീതിയിൽ മൈത്രിയം സ്ഥാപിക്കാൻ പാടില്ല. അത് ഖുർആൻ വിലക്കിയൊരു കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹി വിശദീകരിച്ച കുറേ ഫത്വകളും
പണ്ഡിതന്മാരുടെ ഇബാറത്തുകളൊക്കെ ഉണ്ട്. ഒരൊറ്റ ഇബാറത്ത് വായിച്ച് നാം നിർത്തുകയാണ്. എന്താണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്? അയ്യുഹൽ ഇഖ്വതു ഇന്ന മിൻ അദ്ലിൽ ഇസ്ലാമി ഇന്ന മിൻ റഹ്മത്തിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ റഹ്മത്തിൽ, കാരുണ്യത്തിൽപ്പെട്ടതാണ്, ഇസ്ലാമിൻ്റെ നീതിയിൽപ്പെട്ടതാണ്. ഇദാ കാന ഗൈറുൽ മുസ്ലിമി ലാ യനാലുൽ മുസ്ലിമീന മിൻഹു സൂ ലാ യനാലുൽ മുസ്ലിമൂന മിൻഹു സൂ ഫഇന്നഹു ലാ ഹറജ അൻ യുഹ്ദിയ ഇലൈഹി. അതായത് മുസ്ലിമീങ്ങളെ യാതൊരു നിലക്കും ഉപദ്രവിക്കാത്ത, ദ്രോഹിക്കാത്ത അമുസ്ലിമീങ്ങൾക്ക് ഒരു മുസ്ലിം സമ്മാനം നൽകുകയാണ്. ഞാൻ സമ്മാനം നൽകുന്നത് ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി. അൻ യുഹ്സിന ഇലൈഹി, അതേപോലെ സമ്മാനം മാത്രമല്ല, നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ലിഖൗലില്ലാഹി തബാറക വതആല, അള്ളാഹുവിൻ്റെ ഈ വചനമാണ് തെളിവ്. നാം നേരത്തെ ഓതിക്കേൾപ്പിച്ച ആയത്ത്. നമ്മോട് അക്രമം കാണിക്കാത്ത, ദ്രോഹിക്കാത്ത അമുസ്ലിമുകളോട് എന്താണ്? നീതിപൂർവം പെരുമാറണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. വഖാല തആല, അതേപോലെ അള്ളാഹു പറയുന്നു, ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീൻ. എന്താണ് നിങ്ങളെ അള്ളാഹു വിലക്കുന്നത്? നിങ്ങളെ ദീനിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പുറത്ത് കടത്തുകയും വദാഹറു അല ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി പരസ്പരം സഹകരിക്കുകയും അവരെ മിത്രങ്ങളായി സ്വീകരിക്കുന്നത് അള്ളാഹു വിലക്കിയിരിക്കുന്നു. അൻ തവല്ലൗഹും വമൻ യതവല്ലഹും, അവരെ ആര് മിത്രങ്ങളായി സ്വീകരിച്ചുവോ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികൾ. അപ്പോൾ അൽ വലാഉ വൽ ബറാ എന്ന വിഷയം നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം എല്ലാ അമുസ്ലിമുകളോടും അവിശ്വാസികളോടും നാം ചീത്തയായ രൂപത്തിൽ പെരുമാറണം എന്നൊരിക്കലും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. കാരണം ഒരു പക്ഷേ നമ്മുടെ അയൽവാസിയായിരിക്കും അമുസ്ലിം. പണ്ഡിതന്മാർ പറയുന്നു,